വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആര്യാസ് ബ്യൂട്ടി വേൾഡ്. എൻ്റെ പേര് ആര്യ. ഞാൻ ഇന്നെൻ്റെ ഡെലിവറി സ്റ്റോറിയാണ് പറയുന്നത്. ഇത് ഞാനൊരു വീഡിയോ ആക്കി എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ഡെലിവറിയുടെ ടൈമിൽ എനിക്ക് കോവിഡ് പോസിറ്റീവ് ആയിട്ടുണ്ടായിരുന്നു. അപ്പം എൻ്റെ കുറച്ച് എക്സ്പീരിയൻസ് ഒക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വിചാരിച്ചിട്ടാണ് ഞാനിതൊരു വീഡിയോ ആയിട്ട് എടുക്കുന്നത്. പിന്നെ ഞാനിപ്പോൾ പറയാൻ പോകുന്നത് എൻ്റെ സെക്കൻഡ് ഡെലിവറിയുടെ സ്റ്റോറിയാണ്. എനിക്ക് ഓൾറെഡി എനിക്കൊരു 6 years ഓൾഡ് ആയിട്ടുള്ളൊരു മോനുണ്ട്. പിന്നെ ഇതിന് തൊട്ട് മുമ്പായിട്ട്, ഈ ഒരു പ്രഗ്നൻസി സ്റ്റാർട്ട് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് എനിക്കൊരു അബോർഷൻ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും അവിടെ തൊട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ എനിക്ക് ആദ്യം തന്നെ PCODയും തൈറോയിഡും ഉണ്ടായിരുന്നു. പിന്നെ ഡയബറ്റിക് ആയിരുന്നു ഞാൻ 2 പ്രഗ്നൻസിയിൽ. അതായത് എനിക്ക് പ്രഗ്നൻസിയിൽ ഡയബറ്റീസ് വരികയും അതിനുശേഷം അത് നോർമൽ ആവുകയും ചെയ്യുമായിരുന്നു. പിന്നെ എനിക്ക് പ്രത്യേകമായിട്ടൊരു കാര്യം പറയാനുള്ളത്, എനിക്ക് യാതൊരു മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ടും ഇല്ല. ഞാൻ പഠിച്ചത് എൻജിനീയറിംഗ് ആണ്. അപ്പോൾ ഇതിലോ ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ്ലി എൻ്റെ എക്സ്പീരിയൻസ് മാത്രമാണ്. അപ്പോൾ ഞാൻ എൻ്റെ അബോർഷന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ആ ഒരു ടൈമിൽ ഞങ്ങൾ ജാംനഗറിലെ ഗുജറാത്തിലായിരുന്നു. അപ്പോൾ ഞാനും മോനും കൂടിയിട്ട് അപ്പം നാട്ടിൽ പോയിരുന്നു. അപ്പോൾ എനിക്ക് PCOD എനിക്ക് എപ്പോഴും PCOD ഉള്ളത് കാരണം എനിക്ക് ഒരിക്കലും അങ്ങനെ പീരീഡ്സ് റെഗുലറായിട്ട് വരാറില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ പീരീഡ്സ് അങ്ങനെ കുറച്ച് ദിവസം മിസ്സായിട്ട് ഞാൻ അത്ര കാര്യമാക്കിയില്ല. പിന്നെ സ്ട്രിപ്പ് വഞ്ച് നോക്കുമ്പോൾ പോസിറ്റീവ് കണ്ടു. നമ്മളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തു. അപ്പം അത് അങ്ങനെ ഫോളിക് ആസിഡൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ കുറച്ച് ദിവസം കഴിയുമ്പോൾ എനിക്ക് പെയിൻ വരികയും അതുപോലെ ചെറുതായിട്ട് സ്പോട്ടിങ്ങും ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ഡോക്ടറെ കണ്ടപ്പം ഡോക്ടർ പറഞ്ഞു ബെഡ് റെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പം സ്കാനിങ്ങിന് പറഞ്ഞു. അപ്പോൾ സ്കാൻ ചെയ്യുമ്പം എന്താ വെച്ചാൽ അത് കാണുന്നുണ്ടായില്ല. അത് മീൻസ് അത് ഏർലി സ്റ്റേജ് ആയതുകൊണ്ടാവാം. അതുകൊണ്ട് 2 weeks ബെഡ് റെസ്റ്റ് ചെയ്തിട്ട് ഒന്നുകൂടെ സ്കാൻ ചെയ്യാമെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു. അപ്പോഴേക്കും എനിക്ക് തിരിച്ച് ജാംനഗറേക്ക് വരാനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ തിരിച്ച് വന്നു. അവിടെ ജാംനഗർ വന്നിട്ടൊരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തു. അപ്പോൾ അവർ ഇൻട്രാവജൈനൽ സ്കാനിങ് ചെയ്തു. അപ്പം അതിൽ അവർ കണ്ടതെന്ന് വെച്ചാൽ തീരെ ഗ്രോത്ത് ഇല്ല. അതായത് നേരത്തെ ഉണ്ടായിരുന്ന മെഷർമെൻറ്റ്സിൽ നിന്ന് തീരെ ഗ്രോത്ത് ഉണ്ടായിട്ടില്ലായിരുന്നു. അതുപോലെ ഹാർട്ട് ബീറ്റും ഉണ്ടായിരുന്നില്ല. അപ്പോൾ തന്നെ അവർ പറഞ്ഞു, ഇത് അബോർട്ട് ചെയ്യാം, നിങ്ങൾ എന്തായാലും ആലോചിച്ചിട്ട് എപ്പോഴാണ് വെച്ചാൽ പറഞ്ഞു. അങ്ങനെ ഞാനൊരു January 8th ആയപ്പം 7th മറ്റോ ഞാൻ മെഡിസിൻ 8th സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ കുറച്ചൊരു ഡിഫിക്കൽട്ടായിട്ടുള്ള പീരീഡ് ആയിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞു. പിന്നീട് മാർച്ച് 20th ഇതുപോലെ പിന്നെ എനിക്ക് പീരീഡ്സ് മിസ്സായി. ഞാനത് നോക്കുമ്പം പോസിറ്റീവ് ആയിരുന്നു. അപ്പോൾ പിന്നെ എന്താ വെച്ചാൽ 22nd ആകുമ്പോഴേക്കും ലോക്ക്ഡൗൺ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ എനിക്ക് നല്ല വൊമിറ്റിങ്ങും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ കുറേ നാളത്തേക്ക് എനിക്ക് ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നമുക്കും പുറത്തിറങ്ങാനൊക്കെ ഒരു പേടിയുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പിന്നീട് മെയ്യിലാണ് ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുന്നത് വരെ എനിക്ക് തീരെ പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ നല്ല ടെൻഷനും ഉണ്ടായിരുന്നു. കാരണം ഇത്ര വേഗം ഒരു അബോർഷന് ശേഷം പെട്ടെന്ന് പ്രഗ്നൻ്റ് ആയതില്ല. അതുകൊണ്ട് തീരെ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പം അതിനുശേഷം ഒരു തവണ കൂടി എനിക്ക് ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ പറ്റിയുള്ളൂ. അതിനുശേഷം അപ്പോഴേക്ക് ചേട്ടൻ എന്താ പറഞ്ഞാൽ, എൻ്റെ ഹസ്ബൻഡിന് നമ്മൾ ഗുജറാത്തിലായിരുന്നല്ലോ. അപ്പോൾ അവിടുന്ന് പഞ്ചാബിലോട്ട് ചേട്ടന് വരേണ്ടതായിട്ടുണ്ടായിരുന്നു ജോലി സംബന്ധമായിട്ട്. അപ്പം നമ്മൾ പഞ്ചാബിലോട്ട് വന്നത് കാറിലാണ്. അപ്പം ഞാൻ ഡോക്ടറിനോട് ചോദിച്ചു, എനിക്കിങ്ങനെ പോകണം, കുഴപ്പമുണ്ടോ, ട്രാവൽ ചെയ്യുന്നതിന് പ്രശ്നമുണ്ടോ ചോദിച്ചു. അപ്പം ഡോക്ടർ പറഞ്ഞു കുഴപ്പമില്ല, പൊക്കോ പറഞ്ഞു. അങ്ങനെ നമ്മളിവിടെ വന്നു. ഇവിടെ വന്ന് ഞാൻ ഇവിടെ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് അപ്പം സ്കാൻ ചെയ്യുമ്പോഴാണ് അറിയുന്നത് എനിക്ക് പ്ലാസൻ്റ താഴെയാണ്, അതായത് പ്ലാസൻ്റ പ്രീവിയ പറഞ്ഞിട്ടുള്ള കണ്ടീഷനാണ്. അപ്പം ബെഡ് റെസ്റ്റ് ചെയ്തോളാൻ പറഞ്ഞു. ഇല്ലെങ്കിൽ കുറച്ച് മീൻസ് ബ്ലീഡിങ് ആയാൽ കോംപ്ലിക്കേഷൻ ആവും. അതുകൊണ്ട് ബെഡ് റെസ്റ്റ് എടുത്തോളൂ പറഞ്ഞു. അങ്ങനെ ഞാൻ ബെഡ് റെസ്റ്റൊക്കെ മാക്സിമം എന്നെക്കൊണ്ട് ആവുന്ന പോലെയൊക്കെ ഞാൻ ചെയ്തു. കാരണം എനിക്കൊരു മോനും കൂടെ ഉള്ള കാരണം എനിക്ക് ഇടയ്ക്കൊക്കെ ഭക്ഷണം ഉണ്ടാക്കാനും അങ്ങനെയൊക്കെ ഞാൻ എങ്കിലും മാക്സിമം കെയർ ചെയ്ത് തന്നെ പോയി. പ്ലാസൻ്റ പ്രീവിയ പറയുന്നുള്ള കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് പറയുകയാണ്, നോർമലി പ്ലാസൻ്റ, അതായത് ഈ കുട്ടിക്ക് ഓക്സിജനും ഫുഡും ഒക്കെ ന്യൂട്രിയൻസ് ഒക്കെ കൊടുക്കുന്ന പ്ലാസൻ്റ നോർമലി ടോപ്പ് അല്ലെങ്കിൽ സൈഡിലായിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു കേസിൽ അത് താഴെയായിട്ട് വരുന്നതാണ്. അപ്പം ഡെലിവറിയുടെ ടൈമിലൊക്കെ നല്ല ബ്ലീഡിങ്ങിൻ്റെ നല്ല ഇഷ്യൂസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഡോക്ടർ എനിക്ക് ബെഡ് റെസ്റ്റ് പറഞ്ഞത്.
അതുപോലെ തന്നെ അപ്പം തന്നെ ഡോക്ടർ എന്നോട് അപ്പം തന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഷുഗർ ഉണ്ടായിരുന്നു, ഡയബറ്റിക് ആയിരുന്നു. അങ്ങനെ ഞാൻ മെറ്റ്ഫോമിൻ 500 സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു കൂടെ തന്നെ. അങ്ങനെ നവംബർ എൻ്റെ ഡേറ്റ് വന്നത് November 15 ആയിരുന്നു. അങ്ങനെ ഒക്ടോബർ ഒരു 16 ആയപ്പോൾ ഞാൻ ലാസ്റ്റ് സ്കാനിങ്ങിനായിട്ട് ഡോക്ടറെ അടുത്ത് പോയി. അപ്പോൾ സ്കാൻ ചെയ്യുമ്പോൾ കുട്ടി നല്ല വെയിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം തന്നെ 3 kg 3 പോയിൻറ്റ് സംതിങ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു അത് എനിക്ക് ഷുഗർ ഉണ്ടായത് കൊണ്ടാണ്. എൻ്റെ ഫസ്റ്റ് ബേബി അങ്ങനെ തന്നെയായിരുന്നു. എനിക്ക് ഡയബറ്റിക് ആയത് കാരണം കുട്ടിക്ക് നല്ല വെയിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഡോക്ടർ പറഞ്ഞു നമുക്ക് എനിക്കൊരു ഇഞ്ചക്ഷൻ തന്നു. അതായത് കുട്ടിയുടെ ലങ്സിൻ്റെയും കൂടി കുറച്ച് ഗ്രോത്ത് ഫാസ്റ്റൻ ചെയ്യാനായിട്ട് ഒരു ഇഞ്ചക്ഷൻ തന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം 5 days കഴിഞ്ഞ് വരൂ പറഞ്ഞിട്ട് വിട്ടു. അങ്ങനെ അതുവരെ കംപ്ലീറ്റ് ബെഡ് റെസ്റ്റും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊരു 4th day ആയപ്പം രാവിലെ എനിക്ക് സ്പോട്ടിങ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നല്ല കുറച്ച് പെയിൻ ഉണ്ടായില്ല, പക്ഷെ ഒരു ഡാർക്ക് ബ്രൗൺ കളറിൽ സ്പോട്ടിങ് ഉണ്ടായി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ രാവിലെ എണീക്കുമ്പോൾ ഞാൻ പേടിച്ചു പോയി. ഞാൻ വിചാരിച്ചു ഇത് ബ്ലീഡിങ് ആയി വിചാരിച്ചു. കാരണം ഈ പ്ലാസൻ്റ പ്രീവിയ ഉള്ളത് കൊണ്ട് ബ്ലീഡിങ് ആകും എന്നുള്ളൊരു നമുക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം കൊണ്ട് സ്പോട്ടിങ് കണ്ടപ്പോൾ ഞാൻ ശരിക്കും പേടിച്ചു. നമ്മൾ പെട്ടെന്ന് തന്നെ ഡോക്ടറെ അടുത്ത് ചെന്നു. അപ്പോൾ അവരവിടെ ഓക്കെ. അപ്പോൾ തന്നെ എനിക്ക് ഡെലിവറിക്കുള്ളതെല്ലാം അവർ റെഡി ആവാൻ തുടങ്ങി. ഫുള്ള് ഡ്രിപ്പെല്ലാം ഇട്ടു. അങ്ങനെ എന്നെ ശരിക്കും OT-യിൽ കയറ്റാനായിട്ട്, ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റാനായിട്ട് അവരെന്നെ റെഡി ആക്കുമായിരുന്നു. അപ്പോൾ ഡോക്ടർ വന്ന് നോക്കി. എന്നിട്ട് പറഞ്ഞു ഓപ്പറേഷൻ ഫിക്സ് ചെയ്യുകയാണ് പറഞ്ഞു. അങ്ങനെ അവർ ഒരു 11:30 എൻ്റെ ഓപ്പറേഷൻ ഫിക്സ് ചെയ്തു. എന്നെ റെഡിയാക്കാൻ തുടങ്ങി, ഡ്രിപ്പ് ഇടാൻ തുടങ്ങി. അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ട് അവർ വന്നിട്ട് കോവിഡ് ടെസ്റ്റും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനിങ്ങനെ ഡ്രിപ്പെല്ലാം ഇട്ട് കിടക്കുന്ന ടൈമിലാണ് ചേട്ടൻ വന്നിട്ട് പറഞ്ഞു വാ പോകാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഞാനെന്തോ വിചാരിച്ചു എന്തോ കോംപ്ലിക്കേഷൻ ഉണ്ട്, അതുകൊണ്ടായിരിക്കും എന്താണെന്ന് ഭയങ്കര ടെൻഷനായിപ്പോയി. അപ്പോഴാണ് പറഞ്ഞത് ഇത് പോസിറ്റീവാണ് റിസൾട്ട് വന്നത്, അതുകൊണ്ട് ഇവരവിടെ ഡെലിവറി എടുക്കില്ല പറഞ്ഞു. ഞാൻ എത്ര നാളും കാണിച്ചുകൊണ്ടിരുന്ന ഹോസ്പിറ്റലായിരുന്നു. അപ്പോൾ അവർ പോസിറ്റീവ് ആയത് കാരണം ഡെലിവറി ചെയ്യില്ല പറഞ്ഞു. അപ്പോൾ തന്നെ എന്നിട്ട് അവർ പറഞ്ഞു ഒരു സിവിൽ ഹോസ്പിറ്റൽ, ജലന്ധർ തന്നെ ഒരു സിവിൽ ഹോസ്പിറ്റലുണ്ട്, അവിടോട്ട് പൊക്കോളോ പറഞ്ഞു. അപ്പം നമ്മൾ ഇവിടെ അടുത്ത് തന്നെ, നമ്മുടെ വീടിനടുത്ത് തന്നെ വേറൊരു ഗൈനക്ക് ഉണ്ടായിരുന്നു. അവരെ ഒന്ന് വിളിച്ച് കൺസൾട്ട് ചെയ്തു. അപ്പോൾ അവരും പറഞ്ഞു കോവിഡ് പോസിറ്റീവ് കേസ് ആണെങ്കിൽ അവരെടുക്കില്ല പറഞ്ഞു. അപ്പം നമ്മൾ നേരെ ഇവർ പറഞ്ഞ സിവിൽ ഹോസ്പിറ്റൽ, അതൊരു ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് ജലന്ധർ. നമ്മൾ താമസിക്കുന്നിടത്തു നിന്ന് ഒരു 20-25 കിലോമീറ്ററോളം ദൂരത്താണ്. അങ്ങോട്ട് പോയി. അപ്പോൾ നമുക്ക് വഴിയൊന്നും അറിയത്തില്ല. നമ്മൾ ഗൂഗിൾ മാപ്പൊക്കെ നോക്കിയാണ് പോയത്. അതിൻ്റെ ഏതോ ബാക്കിൽ കൂടെ ഉള്ള ഏതോ ഒരു ഗേറ്റിൽ കൂടെയാണ് നമ്മൾ കയറിപ്പോയത്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ നമുക്കൊന്നും മനസ്സിലാവുന്നില്ല. കുറേ ബിൽഡിംഗ് ഉണ്ട്, ഒന്നും എവിടെയാണ് കയറി ചെല്ലേണ്ടത് ഒന്നും മനസ്സിലാവുന്നില്ല. കുറേ റൗണ്ട് അടിക്കുമ്പോൾ നമ്മളൊരു എമർജൻസി പറഞ്ഞിട്ടൊരു ബോർഡ് കണ്ടു. അപ്പോൾ നമ്മുടെ നാട്ടിൽ എമർജൻസിയിൽ എങ്ങനെയാണ് ഉണ്ടാവുക, ഒരു അറ്റ്ലീസ്റ്റ് അറ്റൻഡേഴ്സ് ഉണ്ടാവും, വീൽ ചെയർ ഉണ്ടാവും, അല്ലെങ്കിൽ സ്ട്രെച്ചർ ഉണ്ടാവും, എന്തെങ്കിലുമൊക്കെ ഉണ്ടാവില്ലേ. ഇവിടെ കുറച്ച് പേഷ്യൻസ് ഇരിക്കുന്ന, അല്ലാണ്ട് ഒരു സ്റ്റാഫിനെ പോലും കാണുന്നില്ല. എവിടെയാണ് ചോദിക്കുക എന്ന് പോലും അറിയുന്നില്ല. അപ്പം നമ്മൾ കയറി, അപ്പം ഞാനും കൂടിയാണ് ഇറങ്ങുന്നത്. കാരണം എമർജൻസി എന്ന് കണ്ടപ്പോൾ അങ്ങോട്ടായിരിക്കുമല്ലോ കയറി ചെന്നാൽ മതിയാവും വിചാരിച്ചു. അപ്പം എനിക്കാണെങ്കിൽ സ്പോട്ടിങ് ഉണ്ട്. അപ്പം എൻ്റെ വിചാരം ഇത് ശരിക്കും ബ്ലീഡിങ് ആയി പ്രശ്നമായി എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ എനിക്ക് കുറച്ച് വെയിറ്റ് അറിയുന്നുണ്ടായിരുന്നു. എനിക്ക് നടക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞാൻ ഈ വയറ് പൊത്തി പിടിച്ചിട്ടാണ് നടക്കുന്നത്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കയറി ചെല്ലുമ്പോഴാണ് അറിയുന്നത് അത് ഗൈനക്കിൻ്റെ ഡിപ്പാർട്ട്മെൻ്റ് അല്ല, അത് വേറൊരു ബിൽഡിങ്ങിലാണ്. അങ്ങനെ ഞങ്ങൾ വണ്ടി എടുത്തിട്ട് പിന്നെ അവരൊരു ബിൽഡിങ് കാണിച്ചു തന്നു. അവിടെ പോയി. അവിടെ ചെന്ന് കയറുമ്പോഴും ഇതേ സെയിം സിറ്റുവേഷൻ. എമർജൻസി എന്ന് എഴുതിയിട്ടുണ്ട്. അവിടെയെങ്കിലും ഒറ്റ മനുഷ്യനില്ല. ആരൊക്കെയോ കുറച്ച് പേഷ്യൻസ് പ്രായമായവരൊക്കെ ഇരിപ്പുണ്ട് എന്നല്ലാണ്ട് ഒന്നുമില്ല. അവിടെ കയറി ചെന്ന് എന്നെ പുറത്ത് നിർത്തിയിട്ട് ചേട്ടനകത്ത് കയറി ചെന്ന് കുറേ അന്വേഷിച്ചിട്ട് വരുമ്പം അവിടെ അത് ഗൈനക്കിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഇപ്പം വേറെ ഏതോ ബിൽഡിങ്ങിലോട്ട് മാറ്റിയിട്ടുണ്ട്. അവർ കാണിച്ചു തന്നു. പിന്നെ വണ്ടിയിൽ കയറി നമ്മൾ ആ ഡിപ്പാർട്ട്മെൻറ്റിൽ ചെന്നു. അവിടെ ചെന്ന് നമ്മൾ ചെല്ലുന്നത് ലേബർ റൂമിൻ്റെ അടുത്താണ്. ലേബർ റൂമിൻ്റെ ഡോറിൻ്റെ അവിടോട്ടാണ് കയറി ചെന്നത്. എവിടെ കൂടെയാണ് കയറിപ്പോയത്. അപ്പം അവിടെ ചെല്ലുമ്പോൾ അവിടെയെങ്കിലും സ്റ്റാഫിനെ ആരും കണ്ടില്ല. ഞങ്ങൾ കുറച്ച് മുമ്പോട്ട് നടന്ന് വരുമ്പോൾ OP കണ്ടു. അപ്പോൾ OPയിൽ കുറേ പേഷ്യൻസൊക്കെ ഇരിപ്പുണ്ട്. നമ്മൾ അവിടെ ഇരുന്നു. അപ്പോൾ അറ്റൻഡറോട് ചോദിക്കുമ്പോൾ ഡോക്ടർ ഇല്ല, ഡോക്ടർ ഭക്ഷണം കഴിക്കുകയാണ്, വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ കുറച്ച് നേരം നമ്മൾ വെയിറ്റ് ചെയ്തു. ഡോക്ടർ വന്നു, ഞാൻ കയറി കണ്ടു. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് അവിടെ കോവിഡ് പോസിറ്റീവ് കേസ് എടുക്കും, പക്ഷേങ്കിൽ എനിക്ക് പ്ലാസൻ്റ പ്രീവിയ ആയതുകൊണ്ട്
അവർക്ക് ബുദ്ധിമുട്ടാണ് പറഞ്ഞു. കാരണം അതൊരു ഗവൺമെൻറ് ഹോസ്പിറ്റലാണ്, അതിൻ്റേതായിട്ടുള്ള പരിമിതികളുണ്ട്. അറ്റ് എ ടൈം അവിടെ ഒരു ഡെലിവറി എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എൻ്റെ കേസിൽ എന്താ പറഞ്ഞാൽ അവർക്ക് ഡെലിവറിയുടെ ടൈമിൽ ബ്ലീഡിങ് ആയാൽ അവർക്ക് ബുദ്ധിമുട്ടാവും, അതുകൊണ്ട് നിങ്ങൾ വേറെ എവിടെയെങ്കിലും നോക്കൂ പറഞ്ഞു. ഓക്കെ, നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ വേറെ നമ്മുടെ ഒരു ഫ്രണ്ട് നേരത്തെ അഡ്മിറ്റായ ഒരു ഹോസ്പിറ്റലുണ്ടായിരുന്നു, നമ്മൾ നേരെ അങ്ങോട്ടേക്ക് പോയി. അവിടെ ചെല്ലുമ്പം അവിടെ ചെന്നു. അവിടെയാണ് നമ്മൾ കുറേ ടൈം എടുത്തു. അപ്പോൾ തന്നെ ഉച്ചയോടടുത്ത് ഉച്ചയായി. ആ സമയത്ത് അവിടെ കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ഡോക്ടറെ കണ്ടു. അവരിതുപോലെ നമ്മളെ പുറത്ത് സ്കാനിങ്ങിന് വിട്ടു. അപ്പോൾ സ്കാൻ ചെയ്ത ഡോക്ടർ അവരും പറഞ്ഞത് ഒന്ന് അല്ലെങ്കിൽ നാളെ ആയിട്ട് എടുക്കുന്നതാണ് നല്ലത്, റിസ്ക് ആണ്, കുട്ടി വെയിറ്റ് ഉണ്ട്, അങ്ങനെ പറഞ്ഞു. അങ്ങനെ നമ്മൾ തിരിച്ചു വന്നു. ഡോക്ടറെ കണ്ടപ്പോൾ അവർ പറഞ്ഞു ഓക്കെ എടുക്കുമായിരുന്നു. പ്ലസൻ്റ പ്രീവിയ ആണ് അതൊരു റീസൺ, അത് പക്ഷെ അവരെടുക്കുന്നതാണ്. പക്ഷേ റെഗുലർ പേഷ്യൻ്റ് അല്ലല്ലോ, നമ്മളെ വേറെ ഇവിടുന്ന് ഒന്നാമത് കോവിഡ് പോസിറ്റീവാണ്, പിന്നെ റെഗുലർ പേഷ്യൻ്റ് അല്ല. അപ്പോൾ അവർക്ക് റിസ്ക് എടുക്കാൻ വയ്യ. അതുപോലെ തന്നെ അവരുടെ വെന്റിലേറ്റർ ഇല്ല, എന്തോ ഒരു ഡെലിവറി നടന്നിട്ടുണ്ടായിരുന്നു, ട്വിൻസ് ആയിരുന്നു. അപ്പം ഇനി അവർക്ക് വെന്റിലേറ്റർ ഇല്ല. അപ്പോൾ അത് കാരണം അങ്ങനെ എന്തെങ്കിലും ഒരു എമർജൻസി വന്നാൽ കുട്ടിക്കായിട്ട് വെന്റിലേറ്റർ ഇല്ല. അപ്പോൾ അതൊക്കെ പറഞ്ഞിട്ട് അവർ നമ്മളെ ഒഴിവാക്കി. അവിടുന്ന് ഡോക്ടർ നമ്മളെ പേഴ്സണലായിട്ട് വിളിച്ചിട്ട് ഒരു ഹോസ്പിറ്റൽ നമുക്ക് റെഫർ ചെയ്ത് തന്നു. നമ്മൾ അവിടെ ഒന്ന് ചോദിച്ചു നോക്കൂ പറഞ്ഞു. അങ്ങനെ നമ്മൾ അവിടുന്ന് ആ ഹോസ്പിറ്റലിൽ പോയി. അവിടെ ചെല്ലുമ്പം അവിടെ അതുപോലെ ഈ 2 ഹോസ്പിറ്റലിൽ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ അറ്റൻഡേഴ്സ് ഉണ്ടായിരുന്നു. അവർ നമുക്ക് വീൽ ചെയറൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചെല്ലുമ്പോൾ അവിടെയും കോവിഡ് പോസിറ്റീവ് ആയതുകൊണ്ട് എടുക്കില്ല. അങ്ങനെ അവർ പിന്നെ വേറൊരു ഹോസ്പിറ്റൽ നമുക്ക് ഒന്ന് റെഫർ ചെയ്ത് തന്നു. പിന്നെ നമ്മൾ വിചാരിച്ചു അവിടെ നമ്മൾ എന്തായാലും പോയില്ല. പിന്നെ നമുക്ക് അറിയുന്ന ഒരു ഹോസ്പിറ്റലുണ്ടായിരുന്നു, അവിടെ നമ്മൾ പോവാണ്ടിരുന്നതാണ്. കാരണം അവിടെ ഡെലിവറിക്ക് നമുക്ക് ബൈസ്റ്റാൻഡേഴ്സ് ഒന്നും അലൗഡ് അല്ല. അപ്പം ഡെലിവറി ഇപ്പം സെക്ഷൻ ആണെങ്കിലും കൂടി നമുക്ക് കൂടെ ആളെ നിർത്താനൊന്നും സമ്മതിക്കില്ല. അതൊക്കെ കാരണം കൊണ്ട് നമ്മൾ ആ ഹോസ്പിറ്റൽ ഒഴിവാക്കിയതായിരുന്നു. ലാസ്റ്റിൽ ഒരു 6-7 മണി എന്തോ ആയിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മൾ അവിടെ വിളിച്ച് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു പ്രശ്നമില്ല, പൊന്നോളൂ പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ ചോദിച്ചു, എനിക്ക് അപ്പോഴേക്കും എനിക്ക് മനസ്സിലായി ഇത് സ്പോട്ടിങ് ആണ്, അല്ലാതെ ബ്ലീഡിങ് ഇല്ല. പിന്നെ എനിക്ക് ബ്ലീഡിങ് ആയിട്ടില്ല. അപ്പം ഞാനിങ്ങനെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ സ്പോട്ടിങ്ങേ ഉള്ളൂ, ഇന്ന് പോയിട്ട് നാളെ വന്നാൽ മതിയോ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമില്ല, നിങ്ങൾ പോയിട്ട് രാവിലെ വന്ന് അഡ്മിറ്റ് ആയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഡോക്ടർ പറഞ്ഞു പൊക്കോളൂ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രാത്രിയിൽ വീട്ടിൽ വന്നു. ഭക്ഷണമൊക്കെ സത്യം പറഞ്ഞാൽ ഞാൻ രാവിലെ മുതൽ ഒന്നും കഴിച്ചിട്ടുണ്ടായില്ല. എനിക്ക് തോന്നുന്നു അവർ ആ ഡ്രിപ്പെല്ലാം ഇട്ടത് കൊണ്ടാവും ഞാൻ അത്ര നേരം പിടിച്ചു നിന്നത്. ഭക്ഷണം കഴിക്കുന്ന കാര്യമൊന്നും നമ്മൾ ആലോചിച്ചിട്ട് പോലും ഇല്ല. അത്രയ്ക്ക് നല്ല ടെൻഷനിൽ കൂടെ ആയിരുന്നു അന്നത്തെ ഫുൾ ദിവസം പോയത്. അങ്ങനെ വീട്ടിൽ വന്നു, റെസ്റ്റ് എടുത്തു. രാവിലെ നമ്മൾ കുറച്ച് ദൂരെയുള്ള ഹോസ്പിറ്റലല്ലേ, അപ്പം അതുപോലെ എനിക്ക് അവിടെ ഒറ്റയ്ക്ക് വേണം നിൽക്കാൻ. അപ്പം കുറച്ചും കൂടെ സാധനങ്ങൾ പാക്ക് ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം ഒന്ന് സെറ്റായിട്ട് നമ്മൾ രാവിലെ ഇറങ്ങി അങ്ങോട്ടേക്ക്. അപ്പോൾ ഇതിൽ ഇടയ്ക്കൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, സാധാരണ നമ്മൾ 3 ആൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഞാനും എൻ്റെ ഹസ്ബൻഡും മോനും മാത്രമേ ഉണ്ടാവുള്ളൂ. ഡെലിവറി എടുത്തപ്പോൾ എൻ്റെ അമ്മയ്ക്കും വരാൻ പറ്റുന്നുണ്ടായില്ല. അങ്ങനെ ചേട്ടൻ്റെ അമ്മ വന്നിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര ഒരു അനുഗ്രഹമായിപ്പോയി. കാരണം ഈ ഒരു സമയത്ത് ധ്രുവിനെയും കൊണ്ടിട്ട് എനിക്ക് ഹോസ്പിറ്റലിൽ പോകുന്നതോ അല്ലെങ്കിൽ ഇപ്പോൾ എനിക്ക് പോസിറ്റീവായ സമയത്ത് കുട്ടിയെ എന്താക്കും അതൊക്കെ ഭയങ്കര ടെൻഷനായിരുന്നു. എന്തായാലും അമ്മ ഉണ്ടായതുകൊണ്ട് അവനെ വീട്ടിൽ തന്നെ നിർത്തിയിട്ട് നമ്മൾ പോയി. അങ്ങനെ ചെന്നു അഡ്മിറ്റായി. അവർ ഫുൾ ഹിസ്റ്ററിയൊക്കെ ചോദിച്ചു, അവർ അഡ്മിറ്റാക്കി. അപ്പോൾ ഓൾറെഡി അവിടെ ബൈസ്റ്റാൻഡേഴ്സ് അലൗഡ് അല്ല. പിന്നെ എനിക്ക് ക്വാറൻറ്റൈൻ ആണല്ലോ, അപ്പോൾ കൂടെ ആർക്കും നിൽക്കാൻ പറ്റില്ല. അപ്പോൾ അവർ ഡെലിവറി കഴിഞ്ഞാൽ എന്തൊക്കെ സാധനങ്ങൾ വേണം, അതായത് ബേബിക്കുള്ള ബ്ലാങ്കറ്റ്, ഡ്രസ്സ്, അങ്ങനെ എല്ലാ സാധനങ്ങളും വാങ്ങിപ്പിച്ചു. അവിടെ വെച്ചിട്ട് ചേട്ടനോട് പറഞ്ഞു എപ്പോൾ വേണമെങ്കിലും ഡെലിവറി ഉണ്ടാവാം, അപ്പം ഉണ്ടായാലും കോൾ ചെയ്യാം. കാരണം എമർജൻസി ആയിട്ട് ഇപ്പോൾ ബ്ലീഡിങ് എന്തെങ്കിലും ആയിട്ടാണെങ്കിൽ എമർജൻസി ആയിട്ട് അവർ വെയിറ്റ് ചെയ്യില്ല, അവർ ഓപ്പറേഷൻ ചെയ്യും. പിന്നെ പ്ലാസൻ്റ പ്രീവിയ കേസിൽ സെക്ഷനേ ഉണ്ടാവുള്ളൂ, നോർമൽ ഡെലിവറി തീരെ ഉണ്ടാവില്ല. അപ്പം എന്തായാലും ഓപ്പറേഷൻ ഉണ്ടാവും. അങ്ങനെ പറഞ്ഞിട്ട് ചേട്ടനെ വിട്ടു. അപ്പം ഞാനവിടെ ക്വാറൻറ്റൈനിലായിരുന്നു. എനിക്ക് കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് ആയിരുന്നു, ഭക്ഷണം വരെ കൊണ്ടുതരുമായിരുന്നു. അങ്ങനെ ഫുള്ള് കംപ്ലീറ്റ് ബെഡ് റെസ്റ്റിൽ നിന്ന് 10 days 10th ഡേ, അതായത് 30th എനിക്ക്
അവിടെ പിന്നീട് എനിക്ക് കോവിഡ് ടെസ്റ്റ് ഒന്നും നടത്തിയിട്ടുണ്ടായിരുന്നില്ല, സ്കാനിങ് നടത്തിയിട്ടുണ്ടായിരുന്നില്ല, ഒന്നും ഉണ്ടായില്ല. ഞങ്ങൾക്ക് ബെഡ് റെസ്റ്റ് തന്നെയായിരുന്നു. അങ്ങനെ 30th എൻ്റെ സാമ്പിൾ ടെസ്റ്റ് ചെയ്തു. അങ്ങനെ എൻ്റെ കോവിഡ് റിസൾട്ട് വന്നു. എനിക്ക് നെഗറ്റീവായിരുന്നു. അന്ന് തന്നെ എന്നെ രാത്രി ആവുമ്പോഴേക്കും എന്നെ ഒരു മെറ്റേണിറ്റി വാർഡായിരുന്നില്ല അത്. അങ്ങനെ എൻ്റെ കോവിഡ് റിസൾട്ട് വന്നു, അത് നെഗറ്റീവായിരുന്നു. അന്ന് രാത്രി തന്നെ എന്നെ മറ്റേണിറ്റി വാർഡിനടുത്തുള്ള ഒരു റൂമിലോട്ട്, ഒരു ഒബ്സർവേഷൻ റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. അന്ന് രാത്രിയിൽ ഒരു 2:50 3 o'clock ആകുന്ന ടൈമിൽ എനിക്ക് ഫ്ലൂയിഡ് ലീക്കായി. അങ്ങനെ എന്നെ ലേബർ റൂമിൽ കൊണ്ടുപോയി. എന്തായാലും നമുക്കറിയാമായിരുന്നു, ഓൾറെഡി എനിക്ക് പ്ലാസ്മൻ്റെ പ്രീവ്യൂ ആയതുകൊണ്ട് അവർ നോർമൽ നോക്കില്ലായിരുന്നു, ഓപ്പറേഷൻ ആയിരുന്നു. അങ്ങനെ ലേബർ റൂമിൽ കൊണ്ടുപോയി അവർ ഡ്രിപ്പെല്ലാം ഇട്ട് എന്നെ ഓപ്പറേഷനായിട്ട് റെഡിയാക്കി. അങ്ങനെ അപ്പോഴേക്കും എനിക്ക് പെയിനും വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പെയിനും ആയി. അപ്പോൾ അവർ പറഞ്ഞു വല്ലാണ്ട് പ്രഷറൊന്നും കൊടുക്കണ്ട, റിലാക്സ്ഡ് ആയിട്ട് കിടക്കൂ പറഞ്ഞു. അങ്ങനെ രാവിലെ ഒരു 6:43 ആയപ്പോഴേക്കും എൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് ബേബി ബോയ് ആണ് ആയത്. 3.75 കിലോ ഉണ്ടായിരുന്നു. എൻ്റെ ഫസ്റ്റ് ബേബി അത്ര തന്നെ ഉണ്ടായിരുന്നു. എനിക്ക് ആ പ്രഗ്നൻസി പീരീഡിൽ ഷുഗർ ഉണ്ടായതുകൊണ്ടാണ് കുട്ടി അത്ര വെയിറ്റ് വെച്ചത്. അങ്ങനെ ഇത് പിന്നീട് എനിക്ക് കുറച്ചും കൂടി ടഫായിട്ട് കുറച്ച് തോന്നി. കാരണം ബൈസ്റ്റാൻഡേഴ്സ് അലൗഡ് ആയിരുന്നില്ലല്ലോ. അപ്പോൾ നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ആയമാരുണ്ടാവും, പക്ഷെ അവരൊന്നും ടൈമിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യത്തില്ല, അല്ലെങ്കിൽ അവർ ബിഹേവിയറൊക്കെ നമുക്ക് പ്രശ്നമായിട്ടുണ്ടായിരുന്നു. എങ്കിലും നമ്മൾ കുട്ടിയെ കണ്ട സന്തോഷത്തിൽ അതൊന്നും നമ്മൾ കാര്യമാക്കിയില്ല. കുറച്ച് ടഫായിരുന്നു, കാരണം നമ്മൾ ഓപ്പറേഷൻ കഴിഞ്ഞതല്ലേ, ആ ഒരു ഇതിൽ നമുക്ക് ബാക്കി കുട്ടിയെ നോക്കലും നമ്മുടെ സ്വന്തം കാര്യം നോക്കലും ഒക്കെ നമ്മൾ തനിയെ തന്നെ ചെയ്യണമായിരുന്നു. അതൊക്കെ കുറച്ച് ടഫായിരുന്നു. കാരണം ഫസ്റ്റ് ഡെലിവറിയിൽ നാട്ടിലായിരുന്നു, ഒന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എങ്കിലും കുഴപ്പമില്ലാണ്ട് നമ്മൾ കുട്ടിയെ ആരോഗ്യത്തോടെ കിട്ടിയല്ലോ, വേറൊന്നും അന്നേരം ആലോചിച്ചില്ല. അങ്ങനെ പിന്നെ എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നിങ്ങളിപ്പോൾ ആരെങ്കിലും പ്രഗ്നൻ്റ് ആണ് അല്ലെങ്കിൽ കോവിഡ് പോസിറ്റീവാണ് വിചാരിച്ച് ടെൻഷൻ ആവാണ്ടിരിക്കുക. എനിക്ക് കോവിഡ് പോസിറ്റീവായി ഇത്രയൊക്കെ ടെൻഷൻ ആയിരുന്നു എങ്കിലും ഞാൻ വിചാരിക്കുന്നത് എനിക്ക് ഒരു സിംറ്റംസും ഉണ്ടായിരുന്നില്ല. അതൊരു കണക്കിന് എനിക്ക് വലിയൊരു അനുഗ്രഹമായിട്ട് തോന്നി. കാരണം ഈ ഒരു സമയത്ത് നമുക്ക് സിംറ്റംസും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ ആ ഒരു അവസ്ഥ, നമ്മൾ ഒന്നാമത് പ്രഗ്നൻ്റ് ആണ്, അതിൻ്റെ കൂടെ കോവിഡാണെന്ന് അറിയുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു നെഗറ്റീവ് വൈബല്ലേ. അപ്പം വയ്യാതെയും കൂടെ ആയിട്ടുണ്ടായിരുന്നെങ്കിൽ വല്ലാണ്ട് അഫക്റ്റ് ചെയ്തേനെന്ന് ഞാൻ വിചാരിക്കുക. അതെനിക്ക് ഒരു സിംറ്റംസും ഉണ്ടായില്ല. നെഗറ്റീവ് ആവുന്നത് വരെ, അഥവാ ടെസ്റ്റ് പോസിറ്റീവ് റിസൾട്ട് കാണിക്കുന്നതിന് മുമ്പോ എൻ്റെ ഏറ്റവും വലിയ ടെൻഷൻ എന്തായിരുന്നു വെച്ചാൽ, എനിക്ക് പോസിറ്റീവായി അതിൻ്റെ തൊട്ടടുത്ത ദിവസം മുമ്പ് വരെയും എൻ്റെ മോൻ എൻ്റെ കൂടെ ആയിരുന്നു കിടന്നിട്ടുണ്ടായിരുന്നത്. അവൻ 6 വയസ്സായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് ഫ്രണ്ട്സൊക്കെ ആയിട്ട് എല്ലാവരുമായിട്ട് കോണ്ടാക്റ്റിൽ വന്നിട്ടുണ്ടായിരുന്നു. അവർക്കും ചെറിയ കുട്ടികളൊക്കെ ഉള്ളതാണ്. പക്ഷേങ്കിൽ അതിനു മുമ്പോ, അതായത് ഈ ടെസ്റ്റ് നടത്തുന്നതിന് മുമ്പോ അതിന് ശേഷമോ എനിക്ക് യാതൊരു സിംറ്റംസും ഉണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ എൻ്റെ ഫാമിലിയിൽ ആരെയും തന്നെ നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആർക്കും ഒരു സിംറ്റംസും ഉണ്ടായിരുന്നില്ല. അവർ തനിയെ വന്ന് ഹോം ക്വാറൻറ്റൈൻ ആവുകയായിരുന്നു ചെയ്തത്. അപ്പം എനിക്ക് ക്വാറൻറ്റൈനിലിരിക്കുമ്പോൾ ഇവർക്ക് എന്തെങ്കിലും സിംറ്റംസ് ഉണ്ടാവുമോ അല്ലെങ്കിൽ പോസിറ്റീവ് ആണോ എന്നൊക്കെയുള്ള നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ദൈവം സഹായിച്ച് ഒരു സിംറ്റംസും ഉണ്ടായിരുന്നില്ല. 10 days നെഗറ്റീവ് ആകുകയും ചെയ്തു. അതൊരു വലിയ അനുഗ്രഹമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുമ്പോൾ തന്നെ വല്ലാണ്ട് നെഗറ്റീവായി പോവില്ലേ നമ്മൾ മൈൻഡ്. എന്തായാലും ഒരു സിംറ്റംസ് വരാഞ്ഞത് ഒരു ഭാഗ്യമായിട്ട് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തായാലും നിങ്ങൾ ആരെങ്കിലും പ്രഗ്നൻ്റ് ആയിട്ടുണ്ടെങ്കിൽ, കോവിഡ് പോസിറ്റീവ് ആയിട്ടുണ്ടെങ്കിൽ ടെൻഷൻ അടിക്കേണ്ട, ഒക്കെ ശരിയാവും. നന്നായിട്ട് പ്രാർത്ഥിക്കുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. താങ്ക് യു.